ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ വലിയ പ്രശ്നമായിരുന്നു. ഇന്നലെ വിഷയം അത് ഇതുവരെ കെട്ടടഞ്ഞിട്ടില്ല. ഭയങ്കര വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോ ഫിസിക്കലായിട്ട് എല്ലാവരെയും ആക്രമിച്ചു. കാരണം അങ്ങേര് അവിടെ നിന്ന് കഴിഞ്ഞാൽ എല്ലാവരെയും ആക്രമിക്കുകയാണ്. അങ്ങാര് പന്നനാണ്, അങ്ങാരൊരു നീചനാണ്, കളിയിലെ കാര്യങ്ങളെല്ലാം കളിയിൽ കൊണ്ടുവന്നിട്ട് അങ്ങാരുടെ വാശി തീർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അങ്ങാർക്കെതിരെ വലിയ ആക്രമണം. ഇന്നലെ ടാസ്കിൻ്റെ ഇടയിൽ നടന്നൊരു സംഭവമാണ്. ലൈവിൽ കാണിച്ച പ്രകാരമാണ് എങ്കിൽ ശരണ്യയുടെ മുടി വലിച്ചു ശരണ്യയെ തള്ളിയിട്ടു എന്ന രീതിയിലാണ് മത്സരാർത്ഥികളെല്ലാം കൂടി ജിൻഡോയെ ക്രൂശിക്കുന്നത്. അവിടെ ജിൻഡോയ്ക്കെതിരെ എല്ലാവരുടെ വട്ടം കൂടി എന്നിട്ട് പറയുന്നുണ്ട്, ജിൻഡോ മുടിക്ക് കയറി പിടിച്ചു, ഇങ്ങാരെന്നാ മനുഷ്യനാണ്, ഇങ്ങാരും മോശത്തരമാണ് കാണിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും തിരിഞ്ഞത്. അതിൻ്റെ ഇടയ്ക്ക് സിജോയെ, അർജുന്, ഗബ്രി, സായി, അഭിഷേക് തുടങ്ങിയവരെല്ലാവരും ജിൻഡോയ്ക്ക് എതിരെ നിന്നിട്ടാണ് വർത്തമാനം പറയുന്നത്. അപ്പോൾ അത് എല്ലാം കഴിഞ്ഞു. അപ്പം നമുക്ക് ഓൾറെഡി മനസ്സിലായിരുന്നു ഇവിടെ സംഭവിച്ചത് എന്തുവാണെന്നും. ഇത് ചിലപ്പം തട്ടി അടിച്ച് വീണതായിരിക്കും, അത് ജിൻഡോയുടെ അടുത്ത് തന്നെ തെറ്റുണ്ടോ, അതോ മുടിയെ പിടിച്ച് വലിച്ചോ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചില ഡൗട്ടും ഉണ്ടായിരുന്നു. ചിലത് ഇമാരെ ഉണ്ടാക്കിയെടുത്ത തള്ളലാണെന്നും നമുക്ക് മനസ്സിലായിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് എപ്പിസോഡ് വന്നപ്പോഴാണ്, എപ്പിസോഡിൻ്റെ അകത്താണ് ഇത് കൃത്യമായിട്ട് കാണിച്ചത്. എപ്പിസോഡിൻ്റെ അകത്ത് കൃത്യമായിട്ട് കാണുന്നുണ്ട് അവിടെ ജിൻഡോ ആരെയും ഫിസിക്കലായിട്ട് ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ ചെയ്തത് മൊത്തം ഗബ്രിയാണ്. ആരാണ് ഇവിടെ തള്ളിയിട്ടതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇവിടെ ജിൻഡോയാണോ ഇവിടെ മോശമായിട്ട് കളിച്ചത്, അവിടെ ഗബ്രിയാണോ മോശമായിട്ട് കളിച്ചത്, ജിൻഡോ ശരണ്യയുടെ മുടിയിൽ കയറി പിടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം. ജിൻഡോ അവിടെ മുടിയെ പിടിച്ചിട്ടില്ല. ഇതുപോലൊരു പന്നക്കളി കളിക്കുന്ന ഒരു ടീമായി മാറിയിരിക്കുകയാണ് മറ്റുള്ളവർ. കാരണം ഒരു തെറ്റും ചെയ്യാതെ ഒരു മനുഷ്യനെ ഇങ്ങനെ ക്രൂശിക്കുന്നു. അതിൽ ശരണ്യ ഇങ്ങനെ വീഴാൻ പോകുമ്പോൾ, അതായത് ഒരു കോയിൻ ഒട്ടിക്കാനായി ജിൻഡോയെ ഫോക്കസ് ചെയ്തുകൊണ്ട് ശരണിയും ഗബ്രിയൂടെ വരുന്ന സമയത്ത് ഗബ്രിയുടെ അടുത്തുനിന്ന് ഇങ്ങോട്ട് വെട്ടി മാറുമ്പോഴാണ് ശരണി കയറി ആട്ടം പിടിക്കുന്നത്. ശരണിയെ പിടിച്ചോണ്ടും അങ്ങോട്ട് പോകുന്ന ജിൻഡോ നേരെ പോയി ഗ്ലാസ് തട്ടുകയായിരുന്നു. അപ്പോൾ ശരണി വീഴാതിരിക്കാൻ വേണ്ടി ഗ്ലാസ് ചേർത്ത് അവിടെ നിർത്തുകയാണ്. അപ്പോൾ അങ്ങോട്ട് വീഴാൻ പോകാതിരുന്ന പ്രൊട്ടക്റ്റ് ചെയ്തതാണ് ജിൻഡോ ചെയ്ത തെറ്റ്, അത് വീഴാതിരിക്കാൻ വേണ്ടി. അപ്പോഴത്തേനും ജിൻഡോ കുറ്റക്കാരനായി. അത് കഴിഞ്ഞിട്ട് സായിയും അതോടൊപ്പം തന്നെ സിജോയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. സായി പറഞ്ഞു കൊടുക്കുക, നമുക്ക് ഈ കാര്യം ലാലേട്ടൻ്റെ മുമ്പിലിട്ടണം, എന്നിട്ട് ഞങ്ങൾക്ക് ഇങ്ങാരോട് കളിക്കാൻ പറ്റത്തില്ല, കാരണം ഇങ്ങാര് ഫിസിക്കലായിട്ട് ഞങ്ങളോട് ഇങ്ങനെ പെരുമാറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയമാണ് എന്ന് പറഞ്ഞ് ലാലേട്ടന് മുമ്പിലിടണമെന്നും അങ്ങനെ ഇങ്ങാരെ പുറത്താക്കണമെന്നും പറഞ്ഞിരിക്കുക. എന്തൊരു മോശമാണ് സായി ഇതിൽ കളിക്കാനാണോ അവിടെ എത്തിയത്? സായി ഒരു നല്ല രീതിയിലൊക്കെ കളിച്ചുകൂടെ? ഇതുപോലത്തെ ഒരു നാറിയ കളി കളിക്കണോ? ഇതുപോലെ കളിച്ച് പണ്ടൊരു ഒരാളെ ഇങ്ങനെ പുറത്താക്കിയതാണ്, അതിൻ്റെ ചൂട് പിടിച്ചോണ്ടായിരിക്കും ഈ കളി കളിക്കുന്നതല്ലേ. എന്തുമായാലും മോശമായിട്ടുള്ള കളിയാണ്. നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇത് ഉറപ്പായിട്ടും ലാലേട്ടൻ ചോദിക്കുക തന്നെ വേണം. കാരണം ഒരു വ്യക്തിയെ ഇങ്ങനെ ചുമ്മാ മോശമായ രീതിയിൽ കോർണർ ചെയ്യുന്നത് ഇത് ചോദിക്കണം, ഇത് ലാലേട്ടൻ ചോദിക്കണം എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ അപ്ഡേഷനുമായിട്ട് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.